ശ്രീ ബിജു നായർ, ഇത് കുറച്ച് ഓവറായി പോയോ? അതായത് എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറമുള്ള ഒരു വിജയമായി പോയോ? ഈ എക്സിറ്റ് പോളുകളെക്കാളും NDAയുടെ പ്രതീക്ഷകളെക്കാളും വലിയ വിജയമായി പോയത്? ഇതിപ്പോ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് എത്ര സീറ്റ് കിട്ടുമെന്നോ എത്ര വോട്ട് കിട്ടുമെന്നോ ഉള്ളതല്ല. ഭരണ തുടർച്ച നമുക്ക് ഉറപ്പാക്കുവാൻ സാധിക്കുമോ, അത് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ബീഹാർ ജനത അനുഭവിച്ച ആ ഒരു നല്ല ഭരണം, സദ്ഭരണം, ഒരു ഗുഡ് ഗവേണൻസ് എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് പാർശ്വവൽകൃത ജനത, അതിൽ വനിതകളുണ്ട്, അതിൽ യുവാക്കളുണ്ട്, അതിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ അതിൻ്റെതായ ഗുണഫലങ്ങൾ ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ, അത് റോഡിന്റെ കാര്യത്തിലായാലും ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലായാലും എല്ലാം ഒരുപാട് കുതിച്ചുചാട്ടങ്ങൾ നടത്തുവാൻ ബീഹാറിന് സാധിച്ചിട്ടുണ്ട്. ബീഹാർ നമുക്കറിയാവുന്നതുപോലെ ഒരു പിന്നോക്ക സംസ്ഥാനമാണ് ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ പോലും. എന്നിരുന്നിട്ടും ഒരു പുരോഗതിയുടെ ഒരു ആർക്ക് അവർക്ക് കാണുവാൻ സാധിച്ചിരിക്കുകയാണ്. അത് കൊണ്ടുവന്നത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഭരണ സംവിധാനം തന്നെയാണ്. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് നമ്മൾ പറയുന്ന സംസ്ഥാനവും കേന്ദ്രവും ഒരേ മുന്നണി തന്നെ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സിനർജി ഇവിടെ വളരെ നല്ലതായി വർക്കൗട്ട് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എല്ലാമാണ് ഈ ഇത്രയും വലിയൊരു വിജയത്തിലേക്ക് NDA മുന്നണിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു വികസന തുടർച്ചയ്ക്കുള്ള ഒരു മാൻഡേറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു പ്രചരണ സമയത്തും വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും പല രീതിയിലുള്ള വിവാദങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ്. വോട്ട് ചോരി അടക്കം, പിന്നെ ഈവൻ ഈ റെഡ് ഫോർട്ടിൽ അടുത്തുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് പോലും അത് ബീഹാറുമായി കൂട്ടിക്കിട്ടുവാനുള്ള ചില കുൽസിത ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിലൊന്നുമല്ല യഥാർത്ഥ ജനാധിപത്യത്തിന്റെ വിജയം ഇരിക്കുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന രീതിയിൽ ഭരിക്കുമ്പോഴാണ് എന്നുള്ള ആ ഒരു നല്ല സന്ദേശമാണ് ഇന്ന് നമുക്കിതിലൂടെ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. ഇത് തന്നെ കൂടുതൽ നമ്മളെ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ തന്നെ ബിജു നായർ നോക്കൂ, സമീപകാലത്തെങ്ങുമില്ലാത്ത ചില അസാധാരണത്വങ്ങൾ കാണുന്നില്ലേ? കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കൾ എല്ലാവരും അട്ടിമറിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. SIRൽ അട്ടിമറി, അല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് ആകപ്പാട ക്രമക്കേടുകൾ എന്നീ ആരോപണം വ്യാപകമായി ഉന്നയിക്കപ്പെടുന്നു. ഇപ്പൊ മഹാഗഠബന്ധന നേതാക്കൾ പറഞ്ഞത് അട്ടിമറിയിലൂടെ അല്ലാതെ ഇവർക്ക് ജയിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പൊ ഇതിനകത്ത് ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല ഈ പ്രശ്നത്തിൽ എന്ന് കാണുകയാണോ BJPയുടെ കൂടെ നിൽക്കുന്ന കക്ഷികളും ഒക്കെ? അതെ, ഇപ്പോ പരാജയം എന്ന് പറയുന്നത് അത് ഏതൊരു വ്യക്തിക്കായാലോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനായാലോ അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിക്കായാലോ അവർക്കെല്ലാം ഒരു വലിയ അവസരമാണ്. കാരണം പരാജയം ഉണ്ടാകാതെ നമുക്കൊരിക്കലും പുരോഗമനം ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ പരാജയങ്ങളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കുവാൻ തയ്യാറാവണം. ഇന്നിപ്പോ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളെ നമ്മൾ ആകെ മൊത്തം വിലയിരുത്തുകയാണെങ്കിൽ അവർ പരാജയപ്പെടുന്നത് അവരുടെ തന്നെ പരാജയം വിലയിരുത്തുന്നില്ലാണ്. എ ബാഡ് വർക്ക്മാൻ വിൽ ബ്ലെയിം ഹിസ് ഓർ ഹെർ ടൂൾസ് എന്നുള്ള ഒരു ചൊല്ലുണ്ട്. അതായത് തോൽവി സമ്മതിച്ചു കൊടുക്കാതെ, തോൽവി സെൽഫ് റിഫ്ലക്ഷൻ ഉപയോഗിക്കാതെ അത് മറ്റുള്ളവരിലേക്ക് അടിച്ച് ഏൽപ്പിക്കുവാനുള്ള ശ്രമം, അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് വീണ്ടുമുള്ള തോൽവികളിലേക്ക് ഈ പ്രതിപക്ഷ കക്ഷികളെ ഒന്നടങ്കം, അതിപ്പോ കോൺഗ്രസ് എന്നോ ഇടതു പാർട്ടികളെന്നോ ഇല്ല, എല്ലാ കക്ഷികളെയും ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അവർ കാലാകാലങ്ങളിൽ EVMനെ കുറ്റം പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ വോട്ടർ പട്ടികയെക്കുറിച്ച് അവർ സംശയങ്ങൾ ഉന്നയിക്കുന്നു, പരാതികൾ പറയുന്നു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുവാനുള്ള പരിശ്രമത്തെ അവർ പരാതി പറയുന്നു. മാത്രമല്ല ഈ ഒരു ഡ്യൂ പ്രോസസ്സിൽ അവർക്ക് യാതൊരു ബിലീഫും ഇല്ല. ബിജു, അത് കേവലമായ പരാതിയല്ല. ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ വാദപ്രകാരം അവിടെ SIRന് ശേഷമുള്ള ടോട്ടൽ വോട്ടേഴ്സ് എന്ന് പറയുന്നത് 7,45,00,000 ആ 45 ലക്ഷത്തിന്റെ 67% പേരാണ് വോട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോ ആ 67% പേർ വോട്ട് ചെയ്താൽ എത്ര നമ്പറാണ്? ആ നമ്പർ വരണ്ടേ? ആ നമ്പർ വരണ്ടേ ബിജു? അതെ,
അപ്പോൾ താങ്കൾ ഇത്തരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതുപോലൊരു മാധ്യമ ചർച്ചയിലല്ല തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നെങ്കിലും താങ്കൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രതിപക്ഷ കക്ഷികൾക്ക് ഡ്യൂ പ്രോസസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഡ്യൂ പ്രോസസ് അവർ പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നാണ് ബിജു കമ്മീഷൻ പറയുന്നത്. ഹരിയാന തെരഞ്ഞെടുപ്പിലും കർണാടക തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും അവർ പരാതിപ്പെട്ടിട്ട് എന്ത് നടപടി ഉണ്ടായി? അതെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി പരാതിയെ കൊടുക്കുന്നില്ല, ഇതുപോലെയുള്ള ഇരവാദം മുഴക്കുക മാത്രമാണ് നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ഇതിന് ഇരവാദം